ഇതും അങ്ങനെ വലിയൊരു യുദ്ധം തുടങ്ങിയിരിക്കുകയാണ്. അതായത് ഇറാനിലേക്ക് ഇസ്രായേൽ തങ്ങളുടെ ഒരു ആക്രമണം നടത്തിയിരിക്കുകയാണ്. എന്തായാലും ഇതിൽ നിന്ന് നമുക്ക് മറ്റൊരു കാര്യം വ്യക്തമാക്കാം. അതായത് ഇറാൻ ഒരിക്കലും ഇനി അടങ്ങിയിരിക്കില്ല. നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, ഞങ്ങൾ തിരിച്ചു വരും അല്ലെങ്കിൽ ഞങ്ങൾ ആക്രമിക്കും, ഞങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലൊരു ആക്രമണം സംഭവിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ അതിൽ വലിയ രീതിയിൽ തന്നെ തിരിച്ചടിക്കും എന്നുള്ളത്. അപ്പം ഇസ്രായേൽ പെട്ടെന്നൊരു ആക്രമണം അഴിച്ചു വിടുമ്പോൾ തന്നെ പശ്ചിമേഷ്യയും വലിയൊരു ഭീതിയിലായിരിക്കുകയാണ്. ഒരു സുരക്ഷാ ഭീഷണിയുണ്ട്, സമാധാന ഭീഷണിയുണ്ട്. അങ്ങനെ വലിയ രീതിയിലൊരു ഭീഷണിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പശ്ചിമേഷ്യയും. നിലവിൽ ഇനി ഇറാന്റെ ഭാഗത്തുനിന്ന് എന്തായിരിക്കും ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ഇറാന്റെ ഒരു നീക്കങ്ങൾ എങ്ങനെയായിരിക്കും? അത് അധികം വൈകാതെ തന്നെ നമുക്കറിയാൻ സാധിക്കും. ഒരിക്കലും ഇറാൻ അടങ്ങിയിരിക്കില്ല എന്നുള്ളത് വ്യക്തമാണ്. എനിക്ക് തോന്നുന്നത് ഇന്ന് അർദ്ധരാത്രിയോട് കൂടിയായിരിക്കും ആക്രമണം. അതായത് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളിൽ, അല്ലെങ്കിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ, ഇറാനുള്ളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ അതങ്ങനെ തന്നെ തുടരുകയും ചിലപ്പോൾ ഇനിയും ആക്രമണങ്ങൾ ഉണ്ടാകാം. എന്തു തന്നെയായാലും ഇറാൻ്റെ തിരിച്ചടി എന്ന് പറയുന്നത് രാത്രി ആകാനാണ് സാധ്യത. ഇതിലേറ്റവും പ്രധാനമായി രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അമേരിക്കയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഖാംനെയിയുടെ അവസാനമാണ്. അത് ഖാംനെയി കൊല്ലപ്പെടുകയോ ഖാംനെയെ ജീവനോടെ പിടിച്ച് അമേരിക്കയിലേക്ക് കൊണ്ടുവരികയോ ആണ് അവരുടെ അമേരിക്കയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിനുള്ള കാരണം, അമേരിക്ക ഇറാനിൽ ഒരു ഭരണമാറ്റം ആഗ്രഹിക്കുന്നു. അത് ട്രംപ് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇറാനിൽ ഞങ്ങളൊരു ഭരണമാറ്റം ആഗ്രഹിക്കുന്നുണ്ട്, ഖാംനെയിയാണ് ഞങ്ങളുടെ ടാർഗറ്റ് എന്ന് പറയുന്നു. അതിനുശേഷം പലതവണ ഖാംനെയിക്ക് നേരെ ആക്രമണങ്ങൾ നടത്താനും ഖാംനെയിയെ പിടിച്ചുകൊണ്ടുവരാനും ഒക്കെയുള്ള ശ്രമങ്ങൾ നടന്നുവെങ്കിലും ഖാംനെയി എവിടെയാണ് എന്നത് സംബന്ധിച്ച് ഇപ്പോഴും അമേരിക്കയോ ഇസ്രായേലിനോ വ്യക്തമായ വിവരങ്ങളില്ല. നമുക്കറിയാം, കഴിഞ്ഞ ജൂണിൽ ഈ ഇറാനിലേക്ക് ഇസ്രായേലും അമേരിക്കയും ഒരു ആക്രമണം നടത്തിയപ്പോൾ അന്ന് ഈ പറയുന്ന മൊസാദിൻ്റെ ചാരന്മാർ ഇറാനിൽ വ്യാപകമായിട്ടുണ്ടായിരുന്നു. ഇറാനിലെ ഭരണസിരാ കേന്ദ്രങ്ങളിലേക്ക് പോലും മൊസാദിൻ്റെ ചാരന്മാർക്ക് ആക്സസ് ഉണ്ടായിരുന്നുവെന്ന് ഇറാൻ സ്വയം വിമർശനപരമായിട്ട് അന്ന് കണ്ടെത്തിയ ഒരു കാര്യമാണ്. പക്ഷെ അതിനുശേഷം ഏതാണ്ട് 6 മാസത്തിനുള്ളിൽ, അല്ലെങ്കിൽ ഇതിപ്പോൾ 7-ാം മാസമാണ്, ആ 7 മാസത്തിനുള്ളിൽ വലിയ തോതിലുള്ള മാറ്റങ്ങൾ ഇറാനിലുണ്ടായിട്ടുണ്ട്. ഇറാൻ്റെ ഇൻ്റലിജൻസ് ശക്തമായി, ഇറാൻ്റെ സൈന്യം ശക്തമായി, ഇറാൻ്റെ നെറ്റ്വർക്കുകൾ, സാങ്കേതിക മേഖലയിലടക്കം പ്രതിരോധ രംഗത്തടക്കമുള്ള ഇറാൻ്റെ നെറ്റ്വർക്കുകൾ കൂടി കരുത്തുറ്റതായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറാനിലേക്ക് പണ്ടത്തെ പോലെ എളുപ്പത്തിൽ ഒരു ആക്രമണം നടത്തി ഉദ്ദേശിച്ച ടാർഗറ്റുകൾ തകർക്കുക. കാരണം പണ്ട് ആക്രമണം നടന്നപ്പോൾ, കഴിഞ്ഞ ജൂണിൽ ആക്രമണം നടന്നപ്പോൾ ഇറാനിലെ സൈനിക മേധാവികൾ കൊല്ലപ്പെട്ടിരുന്നു. ആണവ ശാസ്ത്രജ്ഞന്മാരിലെ പ്രഗത്ഭരായിട്ടുള്ളവർ കൊല്ലപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ പല രീതിയിലും പല തകർച്ചകളും ഇറാൻ ഉണ്ടായിട്ടുണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ അമേരിക്ക ഉദ്ദേശിച്ചതുപോലെയുള്ള ഈ ആണവ കേന്ദ്രങ്ങൾ പൂർണ്ണമായും തകർക്കാൻ കഴിഞ്ഞില്ല. അതൊരു പാറപൊട്ടിക്കലായി ഒതുങ്ങിപ്പോയി. പക്ഷേ ചില ആളുകളെ കൊല്ലാൻ സാധിച്ചു എന്നുള്ളത്, ഇറാനുള്ളിൽ നാശനഷ്ടമുണ്ടാക്കുന്ന വിധത്തിൽ ആക്രമണം നടത്തി എന്നുള്ളത് അമേരിക്കയെ സംബന്ധിച്ച്, ഇസ്രായേലിനെ സംബന്ധിച്ച് അന്ന് നേട്ടമുണ്ടാക്കുന്ന കാര്യമായിരുന്നു. പക്ഷേ ഇത്തവണ ഇറാൻ കുറെ കൂടി കരുതലോടുകൂടിയാണ് ഇരുന്നത്. ഒരുപക്ഷെ 3-ാം ഘട്ട ചർച്ചയിൽ മൗനം പാലിക്കുന്ന അമേരിക്കയാണ്, അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപിനെയാണ് നമ്മൾ കണ്ടത്. അപ്പം ഇത്തരം നീക്കങ്ങൾ നേരത്തെ മുൻകൂട്ടി പ്ലാൻ ചെയ്തുകൊണ്ട് ഈ ഭരണം പിടിക്കണം എന്നുള്ളൊരു ലെവലിലേക്ക് തന്നെ ആയിരുന്നു ഇവർ പോയിരുന്നത്. കാരണം ആദ്യ 2 ഘട്ട ചർച്ചയിലും പറഞ്ഞത്, 3-ാം ഘട്ട ചർച്ചയിൽ ഇത് ഞങ്ങൾക്ക് അനുകൂലമായില്ലെങ്കിൽ ഞങ്ങളൊരു ആക്രമണം നടത്തും എന്ന് അമേരിക്ക പറഞ്ഞിരുന്നു. പിന്നീട് പക്ഷേ അവിടെ അമേരിക്ക മൗനം പാലിക്കുന്ന ഒരു അവസ്ഥയാണ് കണ്ടത്. ഇപ്പം 4-ാം ഘട്ട ചർച്ച നടക്കാനിരിക്കെയാണ് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു ആക്രമണം നടക്കുന്നത്. അപ്പൊ നേരത്തെ തൊട്ടേ അമേരിക്കയ്ക്ക്, അതായത് ഇനി എത്ര ചർച്ചകൾ വന്നാലും, ഇനി എന്തൊക്കെ കാര്യങ്ങൾ വന്നാലും അമേരിക്ക ഇങ്ങനെ ഒരു തീരുമാനം, ഇറാനെ പിടിച്ചെടുക്കുക അല്ലെങ്കിൽ അവിടുത്തെ ഭരണമാറ്റം കൊണ്ടുവരിക എന്നുള്ളത് മുൻകൂട്ടി തന്നെ നിശ്ചയിച്ചിരുന്നു. കാരണം സമവായത്തിലേക്ക് പല രാജ്യങ്ങളും അതിനെതിരെ ഒരു സമാധാന ചർച്ച എന്നൊക്കെ പറഞ്ഞു രംഗത്ത് വന്നിരുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ തള്ളി നീക്കിക്കൊണ്ട് ഇനി ആരൊക്കെ വന്നാലും ഇല്ലെങ്കിലും ഈ ഒരു നീക്കമായിട്ട് അമേരിക്ക മുന്നോട്ട് പോകാനാണോ സാധ്യത? ഇല്ല, അമേരിക്കയെ സംബന്ധിച്ച് 1979 ഇസ്ലാമിക ഭരണം ഇറാനിൽ വന്ന കാലം മുതലേ അമേരിക്കയ്ക്ക് ഇറാനെ ഒന്ന് തട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. അതായത് ഇറാനിൽ തങ്ങൾക്ക് അനുകൂലമായൊരു ഭരണം വരികയാണെങ്കിൽ ലോകത്തെ 2ാമത് എണ്ണ നിക്ഷേപമുള്ള രാജ്യമാണ് ഇറാൻ. അപ്പോൾ വെനസ്വലയെ അമേരിക്ക പിടിച്ചെടുത്തത് അവിടുത്തെ കഞ്ചാവ് തോട്ടം കണ്ടു പേടിച്ചിട്ടോ അല്ലെങ്കിൽ ഡ്രഗ് മാഫിയയെ ഇല്ലാതാക്കാനൊന്നുമല്ല. ലോകത്തെ ഏറ്റവും കൂടുതൽ എണ്ണ നിക്ഷേപമുള്ള രാജ്യങ്ങളിലൊന്നാണ് വെനസ്വല. അതുവഴി കിട്ടുന്ന ലാഭം, പണം, സാമ്പത്തികം എന്ന് പറയുന്നത് അമേരിക്കയ്ക്ക് വളരെ വലുതാണ്. കാരണം വെനസ്വലയാണ് 70%
ഇന്ധനം ഫ്യൂവല് ചൈനയ്ക്ക് കൊടുത്തിരുന്നത്. അപ്പോൾ ചൈനയുടെ 70% ഇന്ധനം എന്ന് പറയുന്നത് വെനസ്വലയിൽ നിന്നായിരുന്നു. അപ്പോൾ വെനസ്വല പിടിച്ചെടുക്കുന്നതിലൂടെ അമേരിക്ക കണ്ടത് എന്താണോ അതിൻ്റെ കുറേ കൂടി അപ്പുറത്തെ കാഴ്ചയാണ് ഇറാൻ പിടിച്ചെടുക്കുക എന്നുള്ളതിലൂടെ അമേരിക്ക ലക്ഷ്യമിടുന്നത്. അല്ല, ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇറാനിലെ എണ്ണ നിക്ഷേപമാണ്. 2, ഇറാൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളാണ്. അവിടെ ആയുധ ശേഖരങ്ങൾ സൂക്ഷിച്ചു വെക്കാൻ എളുപ്പമാണ്. അത്രയും വലിയ രാജ്യമാണ് ഇറാൻ. അപ്പോൾ അവിടെ ഒരുപാട് റിയൽ എസ്റ്റേറ്റ് നിർമ്മാണ സാധ്യതകൾ, വ്യാവസായിക സാധ്യതകളൊക്കെ അമേരിക്കയുടെ കയ്യിലുണ്ട്. അമേരിക്കയ്ക്ക് പദ്ധതിയുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ തങ്ങൾ പറയുന്നത് കേൾക്കുന്നൊരു ഭരണകൂടം വന്നാൽ അമേരിക്കയ്ക്ക് സാമ്പത്തികമായി, വ്യാവസായികപരമായി, ആയുധപരമായി ഒക്കെ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. അതുകൊണ്ടാണ് അമേരിക്ക കുറേ കാലമായി ഇറാനെ ടാർഗറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇറാനെ പിടികൂടുക അത്ര എളുപ്പമല്ല. ഇപ്പോൾ ഇപ്പോഴത്തെ ഈ യുദ്ധം എന്ന് പറയുന്നത് അമേരിക്ക തുടങ്ങിയത് 4 ദിവസമാണ് അമേരിക്ക പറയുന്ന ഒരു ടൈം പീരീഡ്. ഈ 4 ദിവസത്തിനുള്ളിൽ ഇറാനിൽ ഞെട്ടിക്കുന്ന പലതും സംഭവിക്കുമെന്ന് ട്രംപ് ഇതോടകം പറഞ്ഞിട്ടുണ്ട്. അതായത് ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ഇനിയും തുടർച്ചയായ ആക്രമണങ്ങൾ ഇറാന് നേരെ ഉണ്ടാകും. ഇറാന് നേരെ ഇനിയും ഇപ്പോൾ ഏതാണ്ട് 30ഓളം സ്ഫോടനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ 30ഓളം ഇടങ്ങളിൽ സ്ഫോടനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 3 ഇടങ്ങളിൽ ഉഗ്രമായ സ്ഫോടനങ്ങളാണ്. അതിലൊന്ന് ഇറാൻ്റെ തലസ്ഥാനമായ ടെഹ്റാനാണ്. ആയത്തുള്ള അലി ഖാംനയുടെ ഓഫീസിന് സമീപത്താണ് ഈ ഒരു സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവരൊക്കെ തന്നെയാണ് ലക്ഷ്യം. പ്രധാനപ്പെട്ട നഗരങ്ങളും പ്രധാനപ്പെട്ട വ്യക്തികളും പ്രധാനപ്പെട്ട സൈനിക കേന്ദ്രങ്ങളും ഒക്കെ തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന നിലയിൽ തന്നെയാണ് അമേരിക്കയും ഇസ്രായേലും സംയുക്തമായിട്ട് ഈ ആക്രമണം നടത്തുന്നത്. അപ്പോൾ ആദ്യഘട്ടത്തിൽ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് 4ാം ഘട്ട ചർച്ച ജനീവയിൽ നടക്കുമ്പോൾ ആ ചർച്ചയിൽ ഇറാൻ വലിയ ഒച്ചപ്പാടുകൾ ഉണ്ടാക്കാതെ അമേരിക്കയ്ക്ക് വഴിപ്പെടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അമേരിക്കയുടെ ആവശ്യങ്ങൾ ഇറാൻ അംഗീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സമ്മർദ്ദ തന്ത്രമായിട്ടാണ് ഈ ആക്രമണം എന്നാണ് ആദ്യം കരുതിയത്. പക്ഷേ അങ്ങനെയല്ല. ട്രംപ് ഇപ്പോൾ വാർത്താ സമ്മേളനം നടത്തി, അല്ലെങ്കിൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ലോകത്തിന് കാര്യം മനസ്സിലായി. ഇത് ഇറാനെ പിടിച്ചെടുക്കുക എന്നതിൽ കവിഞ്ഞ, അല്ലെങ്കിൽ അതിൽ കുറഞ്ഞ ഒരു ലക്ഷ്യവും അമേരിക്കയില്ല. അതായത് ഇറാനിലേക്ക് നിരന്തരമായി ആക്രമണം നടത്തി അവിടുത്തെ ഭരണാധികാരിയെ കൊലപ്പെടുത്തുകയോ, അല്ലെങ്കിൽ ആ ഭരണാധികാരിയെ മാറ്റി പുതിയൊരു ഭരണാധികാരിയെ കൊണ്ടുവന്ന് പഴയ ഭരണാധികാരിയെ അവിടെ നിന്ന് ഓടിച്ചുവിട്ട് ആ രാജ്യം പിടിച്ചെടുക്കുക എന്നതിൽ കവിഞ്ഞ് അതിൽ കുറഞ്ഞ ഒരു തീരുമാനവും അമേരിക്കയ്ക്കില്ല. രണ്ടും കൽപ്പിച്ചിട്ടുള്ള ഒരു തീരുമാനമാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്ക ഇത്രയും നാൾ ഇതിൻ്റെ വരുംവരായികകളും മറ്റു കാര്യങ്ങളും ഒക്കെ നോക്കിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്, എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇനി ഞങ്ങൾ ആക്രമണം നടത്തിയാൽ എന്തൊക്കെ സംഭവിക്കും, എല്ലാ തരത്തിലുള്ള ചിന്തകളും അമേരിക്ക നടത്തി കൂട്ടിയും കിഴിച്ചും എല്ലാം കഴിഞ്ഞിട്ട് ഇത്തരമൊരു ആക്രമണം നടത്തുകയാണ്. അപ്പോൾ അമേരിക്ക പറയുന്നത് അമേരിക്കൻ ജനതയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇറാനിലേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തിയത്, ഇത് പ്രതിരോധത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആക്രമണമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഇറാന് നേരെ ആക്രമണം നടത്തുക എന്നുള്ളതിൻ്റെ ആത്യന്തിക ലക്ഷ്യം ഇസ്രായേലിൻ്റെ ആയിരുന്നു. ഇതിലൂടെ ഏറ്റവും കൂടുതൽ ഗുണം കിട്ടാൻ പോകുന്നത് ഇസ്രായേലിനാണ്. അപ്പോൾ ഇസ്രായേലിന് വേണ്ടി, അല്ലെങ്കിൽ അമേരിക്കയുടെ പിന്തുണയോടുകൂടി ഇസ്രായേലിൽ ഈ ആക്രമണം നടത്തി, ഇസ്രായേലിനെ കൊണ്ട് ആക്രമണം നടത്തിച്ചു. ഇതാണ് സ്റ്റാറ്റസ്. അപ്പോൾ 4 ദിവസത്തിനുള്ളിൽ ഇറാനിലൊരു ഭരണമാറ്റം ഉണ്ടാകും എന്ന നിലയിലാണ് അമേരിക്ക മുന്നോട്ട് പോകുന്നത്. ഖാംനയെ സംബന്ധിച്ച് എവിടെയാണ് അദ്ദേഹം എന്നുള്ളതിനെക്കുറിച്ച് അമേരിക്കയ്ക്ക് ട്രേസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, ഇസ്രായേലിന് ട്രേസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം സുരക്ഷിതനാണ്. ആയത്തുള്ള അലി ഖാംനെയും മസൂദ് പെഷഷ്കിയാൻ എന്ന പ്രസിഡൻറ്റും അവരുടെ IRGCയുടെ തലവന്മാരും സായുധ സേനയുടെ പ്രധാനപ്പെട്ടവരും അതുപോലെ തന്നെ ശാസ്ത്രജ്ഞരായിട്ടുള്ള ആണവ ശാസ്ത്രജ്ഞരും ആണവ സുരക്ഷാ ഏജൻസി ഉദ്യോഗസ്ഥരും ഒക്കെ, ഈ ഇറാൻ്റെ ഇൻറ്റേർണലായിട്ടുള്ള ആണവ ഏജൻസി ഉദ്യോഗസ്ഥരുണ്ട്, അവരടക്കം എല്ലാവരും സുരക്ഷിതമായ സ്ഥലത്താണ്. അവരെ അറ്റാക്ക് ചെയ്ത് പിടികൂടുക എന്നുള്ളത് അമേരിക്കയ്ക്ക് ഇപ്പോഴും നടക്കാത്തൊരു സ്വപ്നം തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 4 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ആക്രമണം നടത്തുമെന്ന് പറയുമ്പോൾ ഇതിന് തിരിച്ചടി എങ്ങനെയാണ് എന്നുകൂടി നമ്മൾ നോക്കാം. അതാ ഞാൻ ചോദിക്കാൻ വന്നത്. ഇനിയിപ്പം ഇസ്രയേൽ ഈ ഒരു ആക്രമണം നടത്തിയത് കൊണ്ട് ഇറാന്റെ ഭാഗത്തുനിന്നൊരു ആണവ പരീക്ഷണം എന്ന് വേണം, അല്ലെങ്കിൽ ഒരു ആണവ ആക്രമണം നടത്താൻ വല്ല സാധ്യതയുണ്ടോ? ആണവാക്രമണം ഉണ്ടാകുമോ എന്നുള്ളത് കുറേ കൂടി കഴിയുമ്പോഴേ നമുക്ക് പറയാൻ പറ്റും. ഒരു തരത്തിലും ഇറാനെ രക്ഷപ്പെടാൻ അനുവദിക്കാതെ, അല്ലെങ്കിൽ ഇറാനുമായി ഒരു സന്ധിയില്ലാതെ ഇറാനെ നശിപ്പിച്ചേ അടങ്ങുമെന്ന നിലയിൽ നിരന്തരമായിട്ട് അമേരിക്ക ആക്രമിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഗസയിലൊക്കെ കണ്ടതുപോലെയൊക്കെ നടത്തി കഴിഞ്ഞാൽ ഇറാൻ തന്നെ സ്വഭാവം പുറത്തെടുക്കും. പക്ഷേ അവർക്ക് ഇനിയിപ്പോൾ ആണവ ആയുധങ്ങൾ നിർമ്മിക്കാനുള്ള ഒരു ഇതായല്ലോ. കാരണം അല്ല, ഇറാൻ്റെ കയ്യിൽ ആണവായുധങ്ങൾ ഇല്ല എന്ന് ഇറാനാണ് പറയുന്നത്. അമേരിക്ക പറയുന്നത് ഇറാൻ്റെ കയ്യിൽ ആണവായുധം ഉണ്ട്, ഇറാൻ ആണവ ബോംബുകൾ നിർമ്മിച്ചിട്ടുണ്ട്, അതിൻ്റെ എല്ലാ പരിപാടികളും അവർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒരു ഘട്ടം കഴിഞ്ഞ് ആക്രമണം, ഈ യുദ്ധം ഒരു ഘട്ടം കഴിഞ്ഞ് പോവുകയാണെങ്കിൽ ഇറാൻ്റെ കയ്യിൽ ആണവായുധം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായി ലോകത്തിന് മനസ്സിലാവും. ഉണ്ടെങ്കിൽ ഇറാൻ എതിർത്ത് പൊട്ടിക്കും, ഒരു സംശയവും വേണ്ട. പക്ഷേ അതിനൊക്കെ മുമ്പ് ഇത് തീരും. ഇതെന്ന് പറയുന്നത് അമേരിക്ക 2 ലക്ഷ്യങ്ങളോട് കൂടിയാണ് നടത്തുന്നത്. ഒന്ന്, ഏതെങ്കിലും തരത്തിൽ ഇറാനിലൊരു ഭരണമാറ്റം നടത്താൻ പറ്റുമോ എന്നുള്ളതിൻ്റെ അവസാനവട്ട ശ്രമമാണ്.
ആദ്യം ഇവർ ശ്രമിച്ചത് പടക്കപ്പലുകളൊക്കെ കൊണ്ടിട്ടിട്ട് ഏതെങ്കിലും തരത്തിൽ ഇവർ വഴങ്ങുമോ എന്നുള്ളതായിരുന്നു. രണ്ടാമത് അതിനിടയിൽ ആദ്യം ആഭ്യന്തര കലാപം ഉണ്ടാക്കി നോക്കി, ഇറാനിൽ വലിയ അസ്ഥിരപ്പെടുത്തൽ ഉണ്ടാക്കാൻ നോക്കി, അവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നോക്കി, ഒന്നും നടന്നില്ല. അതിനെയൊക്കെ ഖാംനെയി ഭരണകൂടം അതിജീവിച്ചു. രണ്ടാമത് പടക്കപ്പലുകളൊക്കെ കൊണ്ടുവന്നിട്ടിട്ട് ഇപ്പോൾ ആക്രമിച്ച് തീർത്ത് കളയുമെന്ന രീതിയിലൊരു പ്രതീതി, ഒരു ഭീതി സൃഷ്ടിച്ച് നോക്കി, അവിടെയും പരാജയപ്പെട്ടു. ചർച്ചയ്ക്ക് വിളിച്ചു കൊണ്ടുവന്ന് നയപരമായി പരിഹരിക്കാൻ നോക്കി, അവിടെയും പരാജയപ്പെട്ടു. അങ്ങനെ സകലമാന പരാജയങ്ങളും ഏറ്റുവാങ്ങിയതിന് ശേഷം ഇനി യുദ്ധത്തിലൂടെ വിജയം നേടാമെന്നുള്ള ഒരു അന്തിമ നീക്കത്തിലേക്കാണ്, 18ാമത്തെ അടവ് എന്നൊക്കെ പറയാവുന്ന നിലയിലേക്കാണ് അമേരിക്ക ഇപ്പോൾ വന്നിരിക്കുന്നത്. അതും അമേരിക്ക നേരിട്ട് യുദ്ധം ചെയ്താൽ ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ കേന്ദ്രങ്ങൾ തകരുമെന്നുള്ളത് കൊണ്ട് ഖത്തറിലെ അൽ ഉദൈദ് എയർബേസാണ് അമേരിക്കയുടെ ഏറ്റവും വലിയ എയർബേസ്, പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ എയർബേസ്. അവിടെ ഉണ്ടായിരുന്ന സന്നാഹങ്ങൾ മുഴുവൻ രാത്രിക്ക് രാത്രി, അതായത് ആകാശത്ത് വെച്ച് വിമാനങ്ങൾക്ക് ഇന്ധനമടിക്കുന്ന ടാങ്കർ വിമാനങ്ങളുണ്ട്, ഇതടക്കം രാത്രിക്ക് രാത്രി ഇവർ ഇസ്രായേലിലെത്തിച്ചു. സൈനികരെ മുഴുവൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഖത്തറിൽ നിന്നും കുവൈറ്റിൽ നിന്നും ഈ പറയുന്ന ഒമാനിൽ നിന്നും ഒക്കെ പിൻവലിച്ചിട്ട് അവരെ ഇസ്രായേലിലെത്തിച്ചു. അപ്പോൾ അമേരിക്ക ഇനിയൊരു ആക്രമണം ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായാൽ പരിമിതമായ നാശനഷ്ടങ്ങളെ ഉണ്ടാകൂ. അറബ് രാജ്യങ്ങളിലെ സൈനിക കേന്ദ്രങ്ങൾ, അവിടുന്ന് മുഴുവൻ സാധനങ്ങളും ഇസ്രായേലിലേക്ക് മാറ്റി. ഈ തിരിച്ചടിയിൽ അമേരിക്കയെ ആക്രമിക്കാൻ ഏതെങ്കിലും തരത്തിലുള്ള അമേരിക്കയെ ആക്രമിക്കാൻ സാധ്യതയുണ്ട്. ഇറാൻ പടക്കപ്പലുകൾ മുക്കാൻ സാധ്യതയുണ്ട്. ഈ പടക്കപ്പലുകൾ മുക്കുക എന്ന് പറയുന്നത് ഇറാനെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുള്ളൊരു പണിയാണെന്ന് തോന്നുന്നില്ല. ശക്തമായ രീതിയിലൊരു ആക്രമണം നടത്തി കഴിഞ്ഞാൽ, അതായത് വലിയ രീതിയിൽ മിസൈലുകളും ഡ്രോണുകളും സബ്മറൈനുകളും മുങ്ങിക്കപ്പലുകളും ഒക്കെ ഇറാൻ്റെ പക്കലുള്ള അത്രയും വലിയ സന്നാഹങ്ങളുള്ള രാജ്യമാണ് ഇറാൻ. കഴിഞ്ഞ ജൂണിന് ശേഷം ഇറാൻ അവരുടെ ശേഷി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കപ്പൽ വേധ മിസൈലുകൾ ഇറാൻ ഇറക്കിയിട്ടുണ്ട്. ചൈനയിൽ നിന്ന്, റഷ്യയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇൻ്റലിജൻസ് ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. ആയിരക്കണക്കിന് ബാലിസ്റ്റിക് മിസൈലുകൾ, ഹൈപ്പർസോണിക് സൂപ്പർസോണിക് സ്വഭാവത്തിലുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ, ശബ്ദത്തേക്കാൾ വേഗതയിൽ സഞ്ചരിക്കുന്ന മിസൈലുകൾ, 4500 കിലോമീറ്റർ വരെയൊക്കെ വേഗപരിധിയുള്ള മിസൈലുകൾ, ആണവ പോർമുന വഹിക്കാൻ കഴിയുന്ന മിസൈലുകൾ, ഇതൊക്കെ ഇറാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അവരുടെ മിസൈൽ നഗരം എന്ന പേരിൽ അവർ കഴിഞ്ഞ ദിവസം കുറേ വിഷ്വൽസ് പുറത്തുവിട്ടിരുന്നു. അപ്പോൾ ഇറാൻ ഒരു 6-7 മാസം കൊണ്ട് ആ ആക്രമണത്തിന് ശേഷം പാഠം ഉൾക്കൊണ്ടുകൊണ്ട് വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എത്രത്തോളം ഉണ്ട് എന്ന് അമേരിക്കയ്ക്ക് അറിയില്ല. ഇപ്പോൾ പ്രയോഗിക്കാൻ അവസരം കിട്ടിയാൽ, ഇപ്പോൾ ഇറാൻ അത് പ്രയോഗിക്കുകയാണെങ്കിൽ അമേരിക്കയ്ക്ക് വലിയ പ്രഹരം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകും. അത് അമേരിക്കയുടെ പടക്കപ്പലുകളായിരിക്കും പ്രൈമറി ടാർഗറ്റ്. അപ്പോൾ ഇവിടെ ഖാംനെയിയെ പിടികൂടാൻ, ഖാംനെയിയെ ലക്ഷ്യമിട്ട് ഏതെങ്കിലും തരത്തിലൊക്കെ ഒരു ഭരണമാറ്റം ഉണ്ടാക്കാൻ വേണ്ടി അമേരിക്ക ശ്രമിക്കുമ്പോൾ ഇറാൻ വമ്പൻ പ്രത്യാക്രമണത്തിലേക്ക് പോവുകയാണ്. ഇറാൻ്റെ പ്രത്യാക്രമണം ചെറുതായിരിക്കില്ല, അത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ പ്രത്യാക്രമണം ആദ്യം ഇസ്രായേലിലേക്കായിരിക്കും. എനിക്ക് തോന്നുന്നത് ആ പ്രത്യാക്രമണം ഇസ്രായേലിൽ എത്രത്തോളം നാശമുണ്ടാക്കുന്നു എന്ന് കണ്ടിട്ടായിരിക്കും അമേരിക്ക ഇതിലൊരു തീരുമാനമെടുക്കുക. ഇസ്രായേലിൽ വലിയ നാശനഷ്ടങ്ങൾ ഇറാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ അമേരിക്ക ഉടനടി ഈ പ്രശ്നം പരിഹരിക്കാനുള്ള അടിയന്തര യോഗം വിളിക്കും. അത് ഗൾഫ് രാജ്യങ്ങളെ ചുമതലപ്പെടുത്തും. ഗൾഫ് രാജ്യങ്ങൾ ഇറാനുമായി ആശയവിനിമയം നടത്തും. ഇറാൻ്റെ സൈനിക മേധാവികൾ അടക്കമുള്ളവർ അല്ലെങ്കിൽ വിദേശകാര്യമന്ത്രി ഇടപെട്ടുകൊണ്ട് ഈ പ്രശ്നം പെട്ടെന്ന് പരിഹരിക്കാനും ആണവ കരാർ തൽക്കാലത്തേക്കൊന്ന് മാറ്റിവെക്കാനുള്ള സാധ്യതയാണ് തെളിയുന്നത്. എന്തായാലും ഖാംനെയിയെ തീർക്കാൻ ഒരു വശത്ത് ഇസ്രായേൽ ശക്തമായി നിൽക്കുമ്പോൾ ഇതിനെങ്ങനെ തിരിച്ചടി കൊടുക്കാം, ആത്മാഭിമാനം എങ്ങനെ സംരക്ഷിക്കാം എന്ന നിലയിലേക്ക് ശക്തമായ നീക്കങ്ങളുമായിട്ട് ഇറാനും നീങ്ങാനുള്ള സാധ്യതയാണ്. പക്ഷേ ഇതൊരു നാളുകൾ നീണ്ടു നിൽക്കുന്ന, മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന, വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന, ഇപ്പോൾ ഉക്രൈൻ റഷ്യ യുദ്ധം പോലെ അല്ലെങ്കിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധം പോലെയൊക്കെ വർഷങ്ങളോളം അല്ലെങ്കിൽ മാസങ്ങളോളം നീണ്ടു നിൽക്കുമെന്ന് കരുതുക വയ്യ. അങ്ങനെ ഒരു യുദ്ധമായി മാറിയാൽ അതിൻ്റെ ഏറ്റവും വലിയ ദോഷമുണ്ടാകുന്നത് യൂറോപ്യൻ യൂണിയനും അമേരിക്കയ്ക്കും പശ്ചിമേഷ്യയ്ക്ക് പുറമെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നത് അത് ഒരുപാട് രാജ്യങ്ങളെ, ഒരു 10-15 രാജ്യങ്ങളെ ഡയറക്റ്റായിട്ട് ബാധിക്കും. അപ്പോൾ ഒരിക്കലും അറബ് രാജ്യങ്ങളൊന്നും അങ്ങനെ ഈ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രോത്സാഹിപ്പിക്കില്ല. എത്രയും പെട്ടെന്ന് ഇറാനെ അനുനയിപ്പിച്ചൊരു ഇതിനൊരു തിരിച്ചടി ഉണ്ടാവും. ആ തിരിച്ചടിക്ക് ശേഷം അധികം വൈകാതെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള സാധ്യതയാണ്. അല്ല എന്നുണ്ടെങ്കിൽ ഇറാനിലൊരു വലിയ ഭരണമാറ്റമുണ്ടായി അമേരിക്കയുടെ കീഴിലേക്ക് ഇറാൻ വരേണ്ട ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിന് ഇപ്പോൾ സാധ്യത വിരളമാണ്.